അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. വലതുകാല് വെച്ച് കേറുമോളെ. വലതുകാല വെച്ച് കേറിക്കോ. ഞാൻ എന്റെ പെട്ടി ആൾക്കാർക്ക് വെച്ചിരിക്കും, എടുത്തിട്ട് വരാം. ഓഹോ, അപ്പൊ ശവപ്പെട്ടിയായിട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കി. ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ വിവാഹം നടന്നത്. ചന്ദ്രനിൽ ചോതിയിൽ കൂതി ചോദിച്ച് പോയതോ ഓമ്പി. എന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവളാവണേ എന്റെ ഭാര്യ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയോ അമ്മേ? അയ്യോ അമ്മേ, ചത്ത് 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 ചത്ത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മരുമകളെ വീട്ടിനകത്ത് പിടിച്ച് കേറ്റിയില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതിനു മുമ്പ് എന്റെ കയ്യിന് കൊഴയും തെറ്റി നടുവും പോയി. വേദന ഒരുപാടാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോവാമേ. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. വേണ്ട വേണ്ട, കൈ നടുവൊന്നും അനക്കാൻ വയ്യ മോനെ. പാവം. എങ്കിൽ ഞാൻ പോയി കാർ വിളിച്ചോണ്ട് വരാം. എന്തായാലും നിലവിളി കേട്ടു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടാ കൂട്ടാ നിലവിളി എന്ന് പറയും. കഷ്ടം തന്നെ. എന്റെ ലൈഫ് എന്റെ താഴെ നാശായി. അച്ഛനോട് കൂട്ടിനുണ്ടല്ലോ. ഇന്ന് ആദ്യത്തെ രാത്രിയല്ലേ, ദീപ്തി കാത്തിരിക്കുന്നുണ്ടാവും. മോൻ പൊയ്ക്കോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അമ്മ കാരണം മക്കള് ബുദ്ധിമുട്ടണമെന്നില്ല. പോണമെങ്കിൽ പൊക്കോ. ഇനി ആ കുട്ടി ഉറങ്ങിക്കോട്ടെ അച്ഛാ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. അവന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവനെ പൊക്കോളാൻ പറഞ്ഞെങ്കിലും എന്റെ മനസ്സില് അവൻ പോകരുതെന്ന് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിയ കല്യാണ പെണ്ണൊന്ന് മനസ്സിലാക്കട്ടെ, എന്റെ മോന് അമ്മ കഴിഞ്ഞ് മറ്റാരും ഉള്ളെന്ന്. പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് ഹൈടെക്. ഇതൊക്കെ മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന ക്രൂരതയാണ് പത്മാവതി. എന്റെ അമ്മയാണത്രേ അമ്മ.